ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഞങ്ങളുടെ അടുത്ത കുക്കിംഗ് വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് മുരിങ്ങക്കായ ചേർത്തിട്ടുള്ള ചെമ്മീൻ കറിയാണ്. അതിലോട്ടായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് കഴുകി വൃത്തിയാക്കിയിട്ടുള്ള 1/2 കിലോ ചെമ്മീനാണ്. ഇനി നമുക്ക് നമ്മുടെ കറിക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമെന്ന് നോക്കാം. ഇതിലോട്ടായിട്ട് ഞാൻ 2 ചെറിയ മുരിങ്ങക്കായ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 4 പച്ചമുളക്, 3 അല്ലി കൊടംപുളി, കറിവേപ്പില, കുറച്ച് വെളുത്തുള്ളി, ഒരു സബോള, ഒരു തക്കാളി, വറവിടാനായിട്ട് ഒരു 10 ചെറിയ ഉള്ളിയും. ഈ ചെമ്മീൻ കറി ഞാൻ തേങ്ങ അരച്ചിട്ടാണ് വെക്കുന്നത്. അതിലോട്ടായിട്ടപ്പോൾ നമ്മൾ 1/2 മുറി തേങ്ങ ചിരകിയതും 1 ടീസ്പൂണ് ജീരകവും എടുത്തിട്ടുണ്ട്. പൊടികൾ സാധാരണ മീൻകറിയിൽ ഉപയോഗിക്കുന്ന പോലെ തന്നെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയുമാണ് ഞാൻ ഇതിലും ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് മീൻകറി ഉണ്ടാക്കാൻ തുടങ്ങാം. ഈ മീൻകറി ഞാൻ ചട്ടിയിലാണ് വെക്കുന്നത്. ചട്ടി ഓൾറെഡി ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് അതിലോട്ട് വെളിച്ചെണ്ണ ആഡ് ചെയ്യാം. നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചിട്ടാണ് ചേർക്കുന്നത്. അപ്പോൾ നമുക്ക് അത് ആദ്യം ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ഇതിലോട്ട് ആഡ് ചെയ്യാം. നമ്മുടെ സവാള പെട്ടെന്ന് വഴഞ്ഞ് കിട്ടാനായിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മുടെ സവാള നല്ല സോഫ്റ്റ് ആവട്ടെ. അതിനുശേഷം നമ്മുടെ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർക്കാം. നമ്മുടെ സവാള ഒരുവിധം വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലോട്ട് നമ്മുടെ പൊടികളെല്ലാം ചേർക്കാം. 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി നമുക്ക് ചേർക്കാം, 1 ടീസ്പൂണ് മുളക് പൊടി ചേർക്കാം, 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഇതിനെ വഴറ്റാം. ഇനി നമുക്ക് ഇതിലോട്ട് 2 കറിവേപ്പിൻ്റെ ഇല ചേർക്കാം. മസാലയൊക്കെ പച്ചമണം മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തക്കാളിയും മുരിങ്ങക്കായും പച്ചമുളകും ചേർക്കാം. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് കറിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ വെള്ളം ചൂടാക്കിയതാണ് ഒഴിക്കുന്നത്. ഇനി നമുക്കിതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കൂട്ടത്തിൽ നമ്മുടെ കൊടംപുളിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് തിളച്ച് വരട്ടെ. അപ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ നാളികേരമെല്ലാം അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ നമ്മുടെ കറി നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ച തേങ്ങയും ജീരകവും കൂടെ നല്ല പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുത്തത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. നമുക്ക് ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കൂട്ടത്തിൽ നമ്മൾ നേരത്തെ സവാള വഴറ്റാനുള്ള ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. ഇനി നമ്മുടെ കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് തിളച്ച് വരുന്നവരെ വെയിറ്റ് ചെയ്യാം. അതിനുശേഷം നമുക്ക് നമ്മുടെ ചെമ്മീൻ ഇതിലോട്ട് ചേർക്കാം. നമ്മുടെ കറി നല്ലപോലെ തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ചെമ്മീനെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിനെ ചെമ്മീൻ വേവുന്നവരെ അടച്ചു വെച്ച് വേവിക്കാം.
അപ്പം നമ്മുടെ ചെമ്മീൻ കറിയെല്ലാം നല്ലപോലെ റെഡിയായി കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് നമ്മുടെ ചെറിയ ഉള്ളി താളിച്ച് ചേർക്കാം. ഉള്ളി താളിക്കാനായിട്ടുള്ള ചീനച്ചട്ടി ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിലോട്ട് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് അതിലോട്ട് ചെറിയ ഉള്ളി ചേർക്കാം. ഉള്ളിയൊക്കെ ചുവന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് 2 വറ്റൽമുളക് പൊട്ടിച്ച് ചേർക്കാം. അതുപോലെ കുറച്ച് ഉലുവ ചേർക്കാം. സാധാരണ ചേർക്കുന്ന പോലെ കറിവേപ്പിൻ്റെ ഇല ചേർക്കാം. നമ്മുടെ വറവിട്ട ഉള്ളിയെ നമുക്ക് മീൻകറിയിലോട്ട് ചേർക്കാം. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. സാധാരണ മീൻകറി എല്ലാം ഒരു ദിവസം ഇരിക്കുമ്പോഴാണല്ലോ ടേസ്റ്റ് വരിക. അതുപോലെ നമ്മുടെ ചെമ്മീൻ കറിയും ഒരു ദിവസം ഇരുന്നാൽ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. ഞാനും ഇന്ന് ഇത് ഉപയോഗിക്കില്ല, നാളെ ഉച്ചയിലത്തെ ചോറിന് മാത്രമേ ഇത് ഉപയോഗിക്കുകയുള്ളൂ. ഞങ്ങളുടെ വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ഈ ചാനൽ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ബെൽ ബട്ടൺ പ്രസ് ചെയ്യുകയും വേണം.